മാതൃദേവോ ഭവ. നമ്മൾ 4 മഹാവാക്യങ്ങളെ വേദങ്ങളിൽ നിന്ന് ഉദ്ധരിക്കാറുണ്ട്. അഹം ബ്രഹ്മാസ്മി മുതലായതിൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതും ഉദ്ബോധനം തരുന്നതുമാണ് മാതൃദേവോ ഭവ. വാസ്തവത്തിൽ മാതൃശക്തിയിലാണ് ഒരു സംസ്കാരത്തിൻ്റെ നിലനിൽപ്പ്. മാതാവ് അദ്വൈത രൂപിണിയാണ്. ഭേദഭാവമില്ലാതെ സ്നേഹിക്കാനും സേവിക്കാനുമെല്ലാം കഴിയുന്നതായിട്ടുള്ള ഒരു അത്ഭുത സൃഷ്ടിവിശേഷമാണ് ആ മാതൃത്വം. 8 or 10 മക്കളുണ്ടെങ്കിലും അവരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ അമ്മയ്ക്ക് കഴിവുണ്ട്. ആ സ്നേഹത്തിന് അതിരുകളൊന്നുമില്ല. പലതരത്തിലുള്ള ഭാവഭേദാദികളെ അതിൽ ഉൾക്കൊള്ളിക്കാം. ചിലപ്പോൾ സ്നേഹമായിരിക്കും, ചിലപ്പോൾ വാത്സല്യമായിരിക്കും, ചിലപ്പോൾ ശാസനയുമായിരിക്കും. പക്ഷേ ആ ശാസനയുടെ ഉള്ളിൽ കൂടി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് നന്മ തന്നെ. അമ്മയുടെ ഈ സ്വാധീനം ഒരാളുടെ ജീവിതത്തിൽ ഒരമ്മയ്ക്ക് വളർത്തിക്കൊണ്ടുവരാവുന്ന സ്വാധീനത്തെ അറിഞ്ഞുകൊണ്ടും അമ്മയിൽ നിന്നാണ് കുട്ടി അദ്വൈതം പഠിക്കേണ്ടത് എന്നുള്ള ആ അറിവിൻ്റെ ബോധം കൊണ്ടും ആയിരിക്കണം മഹർഷിമാര് എത്രയൊക്കെ ആശ്രമ വിദ്യാഭ്യാസം കഴിഞ്ഞാലും തിരിച്ച് അമ്മയുടെ അടുത്ത് പോയി മാതൃദേവോ ഭവ എന്ന ആ മഹത്തത്വം മനസ്സിലാക്കണം എന്ന് ശിഷ്യന്മാരെ ഉപദേശിച്ചിട്ടുണ്ടാകുക. ഇന്ന് ഭാരതീയ ഹിന്ദു കുടുംബങ്ങളിലെല്ലാം മാതൃത്വത്തിൻ്റെ മഹനീയത മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾക്കാർക്കും അമ്മമാരെ വിലയില്ല. ശങ്കരാചാര്യസ്വാമി പോലും പറയുന്നു, ആസ്താം താവതീയം പ്രസൂതി സമയേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ കൃതികളിൽ പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട്, ഒരു വ്യക്തിക്കും അമ്മ ചെയ്തു കൊടുത്തിട്ടുള്ളതായ ആ സേവനങ്ങൾക്ക് ഒരു വ്യക്തിക്കും നന്ദി പറയാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ അത്രയും പ്രധാനമാണ് മാതൃത്വം.